മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ കോണ്ടന്റ് പോയത് മാർജിനലൈസേഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? യെസ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇനിയും വരും, പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതൊരു 4-5 നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 അല്ലേ? എന്താണ് ഫസ്റ്റ് മീറ്റിംഗ്? എപ്പോഴായിരുന്നു? ഡിസംബർ 9 അല്ലേ? 1946 എന്ത് ആദ്യത്തെ സമ്മേളനം നടന്നത്. അതേ നോക്കിക്കോ, ദ എലക്ടർ ചെയർമാൻ. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. എന്താണ് മക്കളെ? Constitution adopted and signed on November 26, 1949. ഓക്കെ, ഭരണഘടന അംഗീകരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒപ്പുവെച്ചത് എപ്പോഴാ ഒപ്പുവെച്ചത്? യെസ്, 1949 അല്ലെ? November 26 എന്ത് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ എപ്പോഴാ ഇത് നിലവിൽ വന്നത് എപ്പോഴാ? 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലെ? ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ജനുവരി 26 1950 അല്ലെ? 1915 എന്ത്? യെസ്, ഇതെന്താണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. എന്താ? യെസ്, ഇതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ നിർമ്മാണ കാലയളവ്. എത്ര കാലയളവ് എടുത്തു ഇത് നിർമ്മിക്കാൻ? അതായത് ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മിക്കാൻ എത്ര കാലയളവ് എടുത്തു? എത്ര എടുത്തുടാ? 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു അല്ലെ? അതായത് 2 years, പിന്നെ എത്ര മന്ത്സാ? 11 months and 17 days എടുത്തു കേട്ടോ. അപ്പൊ ഇതാണ് എന്ത് മക്കളെ? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.